നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ ഹിന്ദി പഠിക്കാം. ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. മേണ്ഡക് കി കഹാനി. മേണ്ഡക് എന്ന് പറഞ്ഞാൽ തവള, മേണ്ഡക്. നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം ഒരു സെൻറ്റൻസ് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ഏക് സമയ് കി ബാത് ഹേ എന്ന് പറഞ്ഞാൽ ഒരു സമയത്തെ ഒരു കാര്യമാണ്. നമ്മൾ കഥ പറയുമ്പോൾ എപ്പോഴും ഒരു ഇൻട്രഡക്ഷൻ പോലെ അങ്ങനെ പറയത്തില്ലേ, പണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങത്തില്ലേ, അതുപോലെ തുടങ്ങുന്നതാണ്. ഏക് സമയ് കി ബാത് ഹേ. ചാർ മേണ്ഡക് ഏക് സാത്ത് കിസി ജംഗൽ സേ ജാ രഹേ ഥേ. ചാർ മേണ്ഡക് എന്ന് പറഞ്ഞാൽ 4 തവളകൾ. ഏക് സാത്ത്, ഏക് സാത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ചാർ മേണ്ഡക് ഏക് സാത്ത് 4 തവളകൾ ഒരുമിച്ച്. കിസി ജംഗൽ സേ ജാ രഹേ ഥേ. ഏതോ ഒരു ജംഗലിൽ കൂടി, ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്, കാട്ടിൽ കൂടി പോകുകയായിരുന്നു. ചാർ മേണ്ഡക് ഏക് സാത്ത് കിസി ജംഗൽ സേ ജാ രഹേ ഥേ. 4 തവളകൾ ഒരുമിച്ചൊരു കാട്ടിൽ കൂടി പോവുകയായിരുന്നു. അടുത്ത ലൈൻ നോക്കാം. ചൽത്തെ ചൽത്തെ ഉന്മേ സേ 3 മേണ്ഡക് ഏക് ഗഡ്ഡേ മേ ഗിർ ജാത്തെ ഹേ. ചൽത്തെ ചൽത്തെ എന്ന് പറഞ്ഞാൽ നടന്ന്. ചൽത്തെ ചൽത്തെ ഉന്മേ സേ അതിൽ നിന്ന് 3 മേണ്ഡക് 3 തവളകൾ ഏക് ഗഡ്ഡേ മേ, ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴി, ഏക് ഗഡ്ഡേ മേ ഗിർ ജാത്തെ ഹേ വീണുപോകുന്നു. ഒന്നുകൂടെ നോക്കാം. ചൽത്തെ ചൽത്തെ ഉന്മേ സേ 3 മേണ്ഡക് ഏക് ഗഡ്ഡേ മേ ഗിർ ജാത്തെ ഹേ. നടന്ന് അതിൽ നിന്ന് 3 തവളകൾ ഒരു കുഴിയിൽ വീണുപോകുന്നു. മൊത്തത്തിൽ ആദ്യം മുതൽ വായിക്കാം. ഏക് സമയ് കി ബാത് ഹേ. ചാർ മേണ്ഡക് ഏക് സാത്ത് കിസി ജംഗൽ സേ ജാ രഹേ ഥേ. ചൽത്തെ ചൽത്തെ ഉന്മേ സേ 3 മേണ്ഡക് ഏക് ഗഡ്ഡേ മേ ഗിർ ജാത്തെ ഹേ. ഒരിക്കൽ 4 തവളകൾ ഒരുമിച്ച് ഏതോ ഒരു ജംഗലിൽ, ഒരു കാട്ടിൽ കൂടി പോവുകയായിരുന്നു. നടന്ന് അതിൽ 3 എണ്ണം ഒരു കുഴിയിൽ വീണു. 3 തവളകൾ ഒരു കുഴിയിൽ വീണുപോയി. ഇനി അതിൻ്റെ ബാക്കി നോക്കാം. ഗഡ്ഡേ മേ ഗിർനെ കെ ബാദ് തീനോ മേണ്ഡക് ഊപ്പർ ചढ़ने की बहुत कोशिश करते हैं. ഗഡ്ഡേ മേ ഗിർനെ കെ ബാദ്. ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴിയാണ്. ഗഡ്ഡേ മേ ഗിർനെ കെ ബാദ് വീണതിന് ശേഷം തീനോ മേണ്ഡക് 3 തവളകളും ഊപ്പർ ചढ़ने മേളിലോട്ട് കയറാൻ വേണ്ടി ബഹുത് കോശിഷ് കർത്തേ ഹേ ഒരുപാട് ശ്രമിക്കുന്നു. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. 3 തവളകളും മേളിലോട്ട് കയറാൻ ഒരുപാട് ശ്രമിക്കുകയായിരുന്നു. ലേക്കിൻ വഹ് ഗഡ്ഡ ബഹുത് ബഡാ ഥാ. ലേക്കിൻ എന്നാൽ വഹ് ഗഡ്ഡ ആ കുഴി ബഹുത് ബഡാ ഥാ വളരെ വലുതായിരുന്നു. ഉസ് ഗഡ്ഡേ സേ ബാഹർ നിക്കൽന ഇത്തന ആസാൻ നഹീ ഥാ. ഉസ് ഗഡ്ഡേ സേ ആ കുഴിയിൽ നിന്ന്, ബാഹർ നിക്കൽന വെളിയിൽ ഇറങ്ങുക, ഇത്തന ആസാൻ നഹീ ഥാ അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു. ആസാൻ എന്ന് പറഞ്ഞാൽ എളുപ്പം, ആസാൻ നഹീ ഥാ എളുപ്പമല്ലായിരുന്നു. ആദ്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. ഗഡ്ഡേ മേ ഗിർനെ കെ ബാദ് തീനോ മേണ്ഡക് ऊपर चढ़ने की बहुत कोशिश करते हैं, लेकिन वह गड्ढा बहुत बड़ा था. उस गड्ढे से बाहर निकलना इतना आसान नहीं था. മൊത്തത്തിൽ നമുക്കൊന്ന് മീനിങ് പറയാം. ആ കുഴിയിൽ വീണതിന് ശേഷം 3 തവളകളും മേളിലോട്ട് കയറാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കുഴി വളരെ വലുതായിരുന്നു. ആ കുഴിയിൽ നിന്ന് വെളിയിലിറങ്ങുക അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഗഡ്ഡേ കെ ഊപ്പർ ജോ ഏക് മേണ്ഡക് ബച്ചാ ഹുവാ ഥാ വഹ ഗഡ്ഡേ കെ അന്തർ ഗിരേ ഹുയേ മേണ്ഡകോं से कहता है कि तुम इससे कभी बाहर नहीं निकल सकते हो, ये बहुत बड़ा गड्ढा है. നമുക്ക് ഇത് കുറേശ്ശായിട്ട് മീനിങ് നോക്കാം. ഗഡ്ഡേ കെ ഊപ്പർ എന്ന് പറഞ്ഞാൽ കുഴിയുടെ മുകളിൽ, ജോ ഏക് മേണ്ഡക് ബച്ചാ ഹുവാ ഥാ 4 തവളകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് കുഴിയിൽ വീണത്, ഒരാൾ മേളിലുണ്ട്. അപ്പോൾ ആ മേളിൽ ഉണ്ടായിരുന്ന ആ ഒരാൾ, ഗഡ്ഡേ കെ ഊപ്പർ ജോ ഏക് മേണ്ഡക് ബച്ചാ ഹുവാ ഥാ. ബച്ചാ ഹുവ എന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്ന ആൾ, ആ ഒരെണ്ണം ബാക്കി മേളിലുണ്ടായിരുന്ന ആ തവള, ഓ ഗഡ്ഡേ കെ അന്തർ ഗിരേ ഹുയേ മേണ്ഡകോं से
ഗഡ്ഢേക്കെ അന്തർ ഗിരേ ഹുയേ കുഴിയിൽ വീണ് കിടക്കുന്ന തവളകളോട് വഹ് ഗഡ്ഢേക്കെ അന്തർ ഗിരേ ഹുയേ മേണ്ഡകോ സെ കഹത്താ ഹേ. അപ്പം ഈ കുഴിയുടെ മുകളിലുള്ള ആ തവള കുഴിക്കകത്ത് വീണ് കിടക്കുന്ന തവളകളോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? തും ഇസ്സേ കഭി ബാഹർ നഹി നിക്കൽ സക്തേ ഹോ. എന്താണ് പറഞ്ഞത്? ഈ അകത്ത് കിടക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്നൊരിക്കലും വെളിയിലിറാൻ പറ്റത്തില്ല. തും ഇസ്സേ ഇതിൽ നിന്ന്, കഭി ഒരിക്കലും, ബാഹർ നഹി നിക്കൽ സക്തേ ഹോ വെളിയിൽ ഇറങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. എഹ് ബഹുത്ത് ബഡാ ഗഡ്ഡാ ഹേ ഇത് വളരെ വലിയ കുഴിയാണ്. അപ്പം മൊത്തത്തിലൊന്ന് വായിക്കാം. ഗഡ്ഡേ കെ ഊപ്പർ जो एक मेंढक बचा हुआ था वह गड्ढे के अंदर गिरे हुए मेंढकों से कहता है कि तुम इससे कभी बाहर नहीं निकल सकते हो. ये बहुत बड़ा गड्ढा है. എന്താണ് മൊത്തത്തിൽ അതിൻ്റെ മീനിങ് പറയാം നമുക്ക്. കുഴിയുടെ മുകളിലുണ്ടായിരുന്ന ആ ഒരു തവള കുഴിക്കകത്ത് വീണ് കിടക്കുന്ന തവളകളോട് പറയുകയാണ്, നിങ്ങൾക്കിതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കുഴി വളരെ വലുതാണ്. ഇനി ബാക്കി നോക്കാം. तो तुम्हारे कोशिश करना व्यर्थ है. यह सुनने के बाद तीनों में से एक मेंढक सोचते हैं कि ये सही बोल रहे हैं. അപ്പം നേരത്തെ കണ്ടിന്യൂഷനാണ്. തോ തുമാരെ കോശിഷ് കർണ വ്യർത്ഥ, അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നത് വെറുതെയാണ്. വ്യർത്ഥ എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. ഈ ഗഡ്ഢ വളരെ വലുതാണ്, അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. യഹ് സുന്നെ കെ ബാദ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക, സുന്നെ കെ ബാദ് കേട്ട് കഴിഞ്ഞപ്പോൾ, തീനോ മേസെ മൂന്നിൽ നിന്ന്, തീനോ മൂന്നും, മൂന്നിൽ നിന്ന്, തീനോ മേസെ ഏക് മേണ്ഡക് ഒരു തവള, സോസ്തേ ഹേ കി വിചാരിക്കുവാണ്. എന്താണ് വിചാരിക്കുന്നത്? ഏ സഹി ബോൾ രഹേ ഹേ ഈ മേളിൽ നിൽക്കുന്ന തവള പറയുന്നത് ശരിയാണല്ലോ. സഹി എന്ന് പറഞ്ഞാൽ ശരി. ഏ സുന്നെ കെ ബാദ് तीनों में से एक मेंढक सोचते हैं कि ये सही बोल रहे हैं. ഇത് കേട്ടപ്പോൾ മൂന്ന് തവളയിൽ, ഈ കുഴിയിൽ കിടക്കുന്ന മൂന്ന് തവളയിൽ ഒരു തവള വിചാരിക്കുകയാണ്, ഓ അത് പറയുന്നത് ശരിയാണല്ലോ. ഒന്നുകൂടെ മുഴുവൻ വായിച്ചിട്ട് അർത്ഥം പറയാം. तो तुम्हारे कोशिश करना व्यर्थ है. ये सुनने के बाद तीनों में से एक मेंढक सोचते हैं कि ये सही बोल रहे हैं. അപ്പം മേളിൽ നിൽക്കുന്ന അത് പറയുവാണ്, ആ തവള പറയുകയാണ്, നിങ്ങൾ അതുകൊണ്ട് പ്രയത്നിക്കുന്നത് വെറുതെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മൂന്ന് തവളയിൽ, അകത്ത് കിടക്കുന്ന മൂന്ന് തവളയിൽ ഒരു തവള വിചാരിച്ചു ഇത് പറയുന്നത് ശരിയാണല്ലോ എന്ന്. ഇനി ബാക്കി നോക്കാം. तो वह मेंढक थोड़ी कोशिश करने के बाद हार मान लेते हैं और उसी गड्ढे में एक जगह जाकर आराम से बैठ जाता है. अब बाकी जो दो मेंढक थे वो अभी भी कोशिश कर रहे थे. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മീനിങ് നോക്കാം. തോ വഹ് മേണ്ഡക് ആ തവള ഏതാണ്? മേളിൽ നിൽക്കുന്ന തവള പറഞ്ഞില്ലേ ചാടുന്നത് കൊണ്ട് അർത്ഥമില്ലെന്ന്. അത് കേട്ട് അത് ശരിയാണെന്ന് വിചാരിച്ച ആ തവള, അതാണ് തോ വഹ് മേണ്ഡക് തോടി കോശിഷ് കർണേ കെ ബാദ് കുറച്ച് ശ്രമിച്ചതിന് ശേഷം ഹാർ മാൻ ലേത്തേ ഹേ പരാജയം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുന്നു. ഔർ ഉസി ഗഡ്ഢേ മേ ആ കുഴിയിൽ ഏക് ജഗഹ് ജാക്കർ ഒരു സ്ഥലത്ത് പോയിരുന്ന് ആരാം സെ ബൈഠ്താ ഹേ ഒരു സ്ഥലത്ത് പോയി സുഖകരമായിട്ടിരിക്കുന്നു, ഒരു ടെൻഷനും ഇല്ലാതെ ആരാം സെ ബൈഠ് ജാത്താ ഹേ. അബ് ബാക്കി ജോ ദോ മേണ്ഡക് ഥേ പിന്നെ ബാക്കി രണ്ട് തവളകൾ ബാക്കിയുണ്ട് ആ കുഴിയിൽ. അവർ വേ അഭി ഭി കോശിഷ് കർ രഹേ ഥേ ആ രണ്ട് തവളകളും അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മേളിലോട്ട് കയറാൻ വേണ്ടി ചാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മൊത്തത്തിലൊന്നുകൂടെ വായിക്കാം. तो वह मेंढक थोड़ी कोशिश करने के बाद हार मान लेते हैं और उसी गड्ढे में एक जगह जाकर आराम से बैठ जाता है. अब बाकी जो दो मेंढक थे वो अभी भी कोशिश कर रहे थे. മൊത്തത്തിലുള്ള മീനിങ് ഒന്ന് നോക്കാം. അപ്പോൾ ആ ഒരു മേണ്ഡക്കിന് തോന്നിയില്ലേ അത് മേലിരിക്കുന്ന തവള പറയുന്നത് ശരിയാണെന്ന്. അത് സ്വയം കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞിട്ട് തോൽവി സമ്മതിച്ച് ആ കുഴിക്കകത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയി സുഖമായിട്ടിരിക്കുന്നു. മറ്റ് രണ്ട് തവളകളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബാക്കി നോക്കാം. അബ് ഉൻ ദോനോ കോ ദേഖ് കർ ഊപ്പർ വാല ജോ മേണ്ഡക് ഫിർ സെ യെ കഹത്തെ ഹേ തും ജോ കോശിഷ് കർ രഹേ ഹോ വഹ് ബേക്കാർ ഹേ തും ഇസ് ഗഡ്ഡെ സെ കഭി ബാഹർ നഹി നിക്കൽ സക്തേ ഹോ. നമുക്ക് വീണ്ടും നോക്കാം മീനിങ്. അബ്
ഉൻ ദോനോങ്കോ ദേക്കർ, ആ മറ്റ് രണ്ട് തവളകളെ കണ്ടിട്ട്, ഊപ്പർ വാല ജോ മേണ്ഡക്, മുകളിൽ കുഴിയുടെ മുകളിൽ നിൽക്കുന്ന ആ തവള, ഫിർസേ കഹത്തെ ഹേ, പിന്നെ ഇത് പറയുവാണ്. എന്താണ് പറയുന്നത്? തും ജോ കോശിഷ് കർ രഹേ ഹോ, നിങ്ങൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബേക്കാർ ഹേ. ബേക്കാർ എന്ന് പറഞ്ഞാൽ അതും വ്യർത്ഥം എന്നുള്ള അർത്ഥം തന്നെ, പ്രയോജനമില്ലാതാണ്. തും ഈസ് ഗഡ്ഡേ സെ കഭി ബാഹർ നഹി നിക്കൽ സക്തേ ഹോ, നിങ്ങൾക്ക് ഈ കുഴിയിൽ നിന്നൊരിക്കലും വെളിയിൽ വരാൻ സാധിക്കുകയില്ല. മുകളിൽ കുഴിയുടെ വെളിയിൽ നിൽക്കുന്ന തവള താഴെ കിടക്കുന്ന രണ്ട് തവളകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക മേളിലോട്ട് ചാടാനായിട്ട്. അപ്പോൾ അവരോട് ചോദിക്കുവാണ്, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്തൊന്നും ഒരു പ്രയോജനവുമില്ല, നിങ്ങൾക്കൊരിക്കലും ഈ കുഴിയിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റത്തില്ല. ഒന്നുകൂടെ വായിക്കാം. अब उन दोनों को देखकर ऊपर वाला जो मेंढक फिर से ये कहते हैं, तुम जो कोशिश कर रहे हो वह बेकार है, तुम इस गड्ढे से कभी बाहर नहीं निकल सकते हो. കുഴിക്കകത്തുള്ള 3 തവളയിൽ ഒരെണ്ണം ആദ്യ പരാജയം സംബന്ധിച്ച് മാറിയിരുന്നു. ബാക്കി 2 തവളകളാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. അവരോടാണ് മുകളിലിരിക്കുന്ന തവള പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് വെറുതെയാണ്, ഇത് വലിയ കുഴിയായതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന്. നെക്സ്റ്റ്, തുമേ അപ്പനി സാരി ജിന്ദഗി ഇസ് ഗഡ്ഡേ മേ ഗുജാർനി പടേഗി. തുമേ നിങ്ങൾക്ക്, അപ്പനി നിങ്ങളുടെ എന്നുള്ള അർത്ഥമാണ്, നിങ്ങളുടെ, സാരി ജിന്ദഗി മുഴുവൻ ജീവിതവും, അതായത് ജീവിതം മുഴുവൻ, ഈസ് ഗഡ്ഡേ മേ ഈ കുഴിയിൽ, ഗുജാർനി പടേഗി എന്ന് പറഞ്ഞാൽ ജീവിച്ചു തീർക്കേണ്ടി വരും. തുമേ അപ്പനി സാരി ജിന്ദഗി ഇസ് ഗഡ്ഡേ മേ ഗുജാർനി പടേഗി, നിങ്ങളുടെ ജീവിതം മുഴുവൻ ഈ കുഴിയിൽ നിങ്ങൾക്ക് ജീവിച്ചു തീർക്കേണ്ടി വരും. എഹ് സുന്നേ കെ ബാദ് ജോ ദോ മേണ്ഡക് ऊपर आने की कोशिश कर रहे थे, उसमें से एक और मेंढक को लगता है कि ये सही बोल रहा है. यह सुनने के बाद, ഇത് കേട്ട് കഴിഞ്ഞപ്പം, जो दो मेंढक ऊपर आने की कोशिश कर रहे थे, 2 തവളകൾ മേളിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതിൽ, ഉസ്മേ സേ ഏക് ഓർ മേണ്ഡക് കോ ലഗ്താ ഹേ കി, അതിൽ ഒരു തവളയ്ക്ക് തോന്നുകയാണ് ഏ സഹി ബോൽ രഹാ ഹേ, അപ്പം 2 തവളകൾ ശ്രമിച്ചുകൊണ്ടിരുന്നതിൽ ഒന്നിന് പിന്നെയും തോന്നുവാണ്, ആ മേളിലിരിക്കുന്ന തവള ശരിയാണല്ലോ പറയുന്നതെന്ന്. മൊത്തത്തിലൊന്ന് വായിക്കാം. തുമേ അപ്നി സാരി ജിന്ദഗി ഇസ് ഗഡ്ഡേ മേ ഗുജാർനി പടേഗി. എഹ് സുന്നേ കെ ബാദ് ജോ ദോ മേണ്ഡക് ഊപ്പർ ആനെ കി കോശിഷ് കർ രഹേ ഥേ, ഉസ്മേ സേ ഏക് ഓർ മേണ്ഡക് കോ ഭി ഏക് ഓർ മേണ്ഡക് കോ ലഗ്താ ഹേ കി ഏ സഹി ബോൽ രഹാ ഹേ. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഈ കുഴിക്കകത്ത് ജീവിക്കേണ്ടി വരും. അത് കേട്ടപ്പം മുകളിലോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന 2 തവളകളിൽ ഒരെണ്ണത്തിന് തോന്നി, മുകളിലിരിക്കുന്ന തവള പറയുന്നത് ശരിയാണ്, എത്ര ശ്രമിച്ചാലും നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റത്തില്ല എന്ന്. വഹ് ഭി ഹാർ മാൻകർ ബൈഠ് ജാത്താ ഹേ. വഹ് ഭി അതും, ഹാർ മാൻകർ എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിച്ച്, ബൈഠ് ജാത്താ ഹേ കുഴിയിൽ തന്നെ ഒരു സ്ഥലത്ത് അതും പോയി ഇരിക്കും. ലേക്കിൻ അഭി ഭി उसमें से एक मेंढक ऊपर चढ़ने की कोशिश कर ही रहा था. लेकिन എന്നാൽ അഭി ഭി ഇപ്പോഴും, ഉസ്മേ സേ ഏക് മേണ്ഡക് അതിൽ ഒരു തവള, ഊപ്പർ ചഡ്നേക്ക് കോശിഷ് കർഹി രഹാഥ. കർഹി രഹാഥ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ 3 തവളയിൽ 2 എണ്ണം ഇപ്പം മാറിയിരുന്നു. മൂന്നാമത്തെ ഒരു തവള കോശിഷ് കർഹി രഹാഥ, ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ऊपर वाला मेंढक उससे भी कहते हैं, क्या तुम्हें सुनाई नहीं दे रहा है. ऊपर वाला मेंढक മുകളിലിരിക്കുന്ന തവള, ഉസ്സേ ഭി കഹത്തെ ഹേ ഉസ്സേ അതിനോടും പറയുകയാണ്, ഏതാ ചാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ തവളയോടും പറയുകയാണ്, ക്യാ തുമേ സുനായി നഹി ദേ രഹാ ഹേ, നിനക്ക് കേൾക്കുന്നില്ലേ, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ എന്ന് മൂന്നാമത്തെ തവളയോട് ചോദിക്കുകയാണ്. മൊത്തത്തിലൊന്നുകൂടെ വായിക്കാം. वह भी हार मानकर बैठ जाता है, लेकिन अभी भी उसमें से एक मेंढक ऊपर चढ़ने की कोशिश कर ही रहा था. ऊपर वाला मेंढक उससे भी कहते हैं, क्या तुम्हें सुनाई नहीं दे रहा है. മീനിങ് പറയാം മൊത്തത്തിൽ. ആ തവളയും തോൽവി സമ്മതിച്ച് മാറിയിരുന്നു. പക്ഷേ മൂന്നാമത്തെ തവള മേളിലോട്ട് കയറാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ മുകളിൽ നിൽക്കുന്ന തവള അതിനോട് ചോദിച്ചു, ഈ പറയുന്നതൊന്നും നിനക്ക് കേൾക്കുന്നില്ലേ. ഉൻ ദോനോ നെ ഹാർ മാൻ ലിയാ ഹേ, തും അഭി ഭി ഏ സോച്ച് രഹേ ഹോ കി തും എഹ് ബഡി സി ഗഡ്ഡേ സെ ബാഹർ നിക്കൽ സക്തേ ഹോ. ഊപ്പർ വാല മേണ്ഡക് ബോൾത്താ രഹാ.
ഉൻ ദോനോനെ ആ രണ്ടുപേരും ഹാർ മാൻ ലിയാ ഹേ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. തും അബീബി നീ ഇപ്പോഴും എഹ് സോച്ച് രഹേ ഹോ കി നീ ഇങ്ങനെയാണോ വിചാരിക്കുന്നത്, തും എഹ് ബെഡി സി ഗഡ്ഡേ സേ ഈ വലിയ കുഴിയിൽ നിന്ന് ബാഹർ നിക്കൽ സക്തേ ഹോ വെളിയിൽ ഇറങ്ങാൻ പറ്റുമെന്ന്. ഊപ്പർ വാല മേണ്ഡക് ബോൾത്താ രഹ മുകളിലിരിക്കുന്ന തവള പറഞ്ഞുകൊണ്ടേയിരുന്നു. ബോൾത്താ രഹ പറഞ്ഞുകൊണ്ടേയിരുന്നു. മൊത്തത്തിലൊന്ന് വായിക്കാം. ഉൻ ദോനോനെ ഹാർ മാൻ ലിയാ ഹേ തും അഭി ഭി യേ സോച്ച് രഹേ ഹോ കി തും യേ ബഡി സി ഗഡ്ഡേ സേ ബാഹർ നിക്കൽ സക്തേ ഹോ. ഊപ്പർ വാല മേണ്ഡക് ബോൾത്താ രഹ മുകളിലിരിക്കുന്ന ആ തവള പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ രണ്ടുപേരും തോൽവി സമ്മതിച്ചു. നീ ഇപ്പോഴും വിചാരിക്കുവാണോ ഈ വലിയ കുഴിയിൽ നിന്ന് നിനക്ക് വെളിയിൽ വരാൻ പറ്റുമെന്ന്? അങ്ങനെ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ലേക്കിൻ ഉസ്കി ബാത്തോങ്ക ഉസ് മേണ്ഡക് പർ കോയി അസർ നഹി ഹുവ. ലേക്കിൻ എന്നാൽ ഉസ്കി ബാത്തോങ്ക ആ മേളിലിരിക്കുന്ന തവളയുടെ വാക്കുകൾ ഉസ് മേണ്ഡക് പർ ഉസ് മേണ്ഡക് എന്ന് ഉദ്ദേശിക്കുന്ന കുഴിയിലുള്ള ആ തവള ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തവളയിൽ കോയി അസർ നഹി ഹുവ. അസർ ഹോന എന്ന് പറഞ്ഞാൽ പ്രഭാവം ഉണ്ടാകുക. കോയി അസർ നഹി ഹുവ ഒരു മാറ്റവും ഉണ്ടായില്ല. ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അത് ചെയ്തുകൊണ്ടേയിരുന്നു. ഓർ വഹ് മേണ്ഡക് കോശിഷ് കർത്താ രഹ അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഔർ കോശിഷ് കർത്തേ കർത്തേ ശ്രമിച്ച് വ ഉസ് ഗഡ്ഡേ സേ ബാഹർ നിക്കൽ ഗയ ആ കുഴിയിൽ നിന്ന് വെളിയിൽ വന്നു. മൊത്തത്തിൽ മീനിങ് പറയുകയാണെങ്കിൽ മുകളിലിരിക്കുന്ന തവള ഇതിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു, നിനക്ക് ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഇങ്ങനെ ചാടുന്നുകൊണ്ടെന്ന്. പക്ഷേ അതൊന്നും ഈ താഴെ കുഴിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന തവള ശ്രദ്ധിച്ചേയില്ല. അത് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പരിശ്രമിച്ച് അത് വെളിയിൽ വന്നു. അബ് ഉസേ സാരെ മേണ്ഡക് ദേഖ് രഹേ ഥേ കി യേ ബാഹർ കൈസേ നിക്കൽ ഗയ. അത് ഇപ്പോൾ എല്ലാ തവളകളും അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏഹ് ബാഹർ കൈസേ നിക്കലായ ഇതെങ്ങനെ വെളിയിൽ വന്നു. വ മേണ്ഡക് ഉസ് ബഡേ ഗഡ്ഡേ സേ ഇസ്ലിയേ ബാഹർ നിക്കല ക്യോങ്കി വ മേണ്ഡക് ബെഹരാ ഥാ. വ മേണ്ഡക് ആ തവള ഉസ് ബഡേ ഗഡ്ഡേ സേ ആ വലിയ കുഴിയിൽ നിന്ന് ഇസ്ലിയേ ബാഹർ നിഖല ഇതുകൊണ്ടാണ് വെളിയിൽ വന്നത്. ക്യോങ്കി എന്തെന്നാൽ വഹ് മേണ്ഡക് ബെഹരാധ ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ബെഹര എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവരെയാണ് ബെഹര എന്ന് പറയുന്നത്. ഉസേ കുച്ച് സുനായി നഹി ദേത്താധ അതിന് ഒന്നും കേൾക്കത്തില്ലായിരുന്നു. ആ തവള മുകളിൽ കയറി വന്നപ്പോഴത്തേക്കിനും ബാക്കിയുള്ള തവളകൾ നോക്കിയിരിക്കുകയായിരുന്നു, ഇതെങ്ങനെ മേളിൽ കയറി വന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത് മേളിൽ കയറി വന്നത്? അത് മുകളിലിരിക്കുന്ന തവള പറയുന്നതൊന്നും അത് കേൾക്കുന്നില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് ചെവി കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ലായിരുന്നു. इस कहानी से हमें यही सीख मिलती है कि अगर आपको अपनी काम में कामयाबी हासिल करनी है तो बहरे बन जाओ. लोगों की बातों का अपने ऊपर कोई असर ही नहीं होने दो. इस कहानी से ഈ കഥയിൽ നിന്ന് ഹമേ യഹി സീഖ് മിൽത്തി ഹേ നമുക്ക് ഈ പാഠമാണ് കിട്ടുന്നത്. എന്താണ്? അഗർ ആപ്കോ അപ്നി കാമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ കാമ്യാബി ഹാസിൽ കർണി ഹേ കാമ്യാബി എന്ന് പറഞ്ഞാൽ നേട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ബഹരെ ബെഞ്ചാവോ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവരാവൂ. ലോകോങ്കി ബാത്തോങ്ക അപ്പനെ ഊപ്പർ കോയി അസർ ഹി നഹി ഹോനെ ദോ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മുടെ മേളിൽ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ അനുവദിക്കരുത്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് പേര് എതിരഭിപ്രായം പറയാൻ കാണും. നിങ്ങൾ ചെയ്താൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ നിന്നെക്കൊണ്ടത് പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയാൻ കാണും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെക്കുറിച്ച് പറയും, ചെയ്യാതിരുന്നാലും പറയും. അപ്പോൾ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലേലും പറയാൻ ആൾക്കാർ കാണും. അതുകൊണ്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്